ഇവൻ ആരെയോ കൊതിയിട്ടിരിക്കണ്ടേ, എന്തോ ഒരു സംഭവം കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അച്ചു? എന്തോ ഒരു സംഭവം കണ്ടിട്ട് അവന് പോണം. എന്താണ്? അപ്പം ഞാൻ പിടിച്ചിരുത്തിയേക്കാം. ഇനി എന്ത് സംഭവം ഒന്ന് കാണണ്ടേ? കണ്ടോട്ടോ, കണ്ടോ ഗൈസ്, ഇതാണ് സംഭവം. അച്ചു, അച്ചു ദേ 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 ഇവിടെ കണ്ടിട്ടില്ല കേട്ടാ, മണ്ടനാണ്, കണ്ടിട്ടില്ല. ദേ ദേ ഇവിടെ ദേ ഉണ്ടോ? ദേ നോക്കിയേ. ആ കണ്ടോ? കുതിയണ്ട എൻ്റെ പൊന്നിടോ. ദേ ഞങ്ങളുടെ വീട്ടിൽ ഇവന് വേണ്ടി മാത്രം വെച്ചേക്കണ പയറാണ്, ഇവന് വേണ്ടി മാത്രം. കണ്ടോ ഇത് ഇവൻ കഴിക്കണത്? ഒരെണ്ണം കൊടുക്കട്ടെ ആദ്യം. ഇതാ എൻ്റെ പൊന്നോ, നീ തന്നെ തിന്നുള്ളത്, വേറെ ആരും കഴിക്കില്ല. ഏതാണ്ട് ഇറച്ചി കഷ്ണം പോലെയാണ് ഈ സംഭവം തിന്നണത്. നല്ല രസമില്ലേ സൗണ്ട് കേൾക്കാൻ? കറുമുറു. അച്ചു, ഞങ്ങൾക്ക് ഇച്ചിരി തോരൻ വെക്കാൻ വേണമായിരുന്നു. തരോ? തോരൻ വെക്കാൻ ഇച്ചിരി പയർ തരോ? 2 പയറാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നേ, 2 പയർ. ഇതെന്തുകൊണ്ടാണ് ഈ പൂച്ച പയർ തിന്നണേന്ന് നമുക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഞാനൊന്ന് ഒളിപ്പിച്ചേക്കട്ടെ, ഇവനെന്താ കാണിക്കണേന്ന്. കൊതി വരുമായിരിക്കും. ഇത് ഞാനൊന്ന് മാറ്റാണ് ഈ പയർ. ഇത് ഞാൻ അടച്ചു പിടിച്ചു, കണ്ടോ? കൊതി മൂത്തു. ദേടാ എൻ്റെ പൊന്നടോ. ആ പയർ ഏകദേശം തിന്ന് തീർത്തിരിക്കുകയാണ് അച്ചുകുട്ടൻ. ബലപിടുത്തമോ മത്സരമോ ഇല്ല. അടുത്ത പയർ ഇതാ കൊടുക്കുന്നു, അച്ചുവിൻ്റെ അത്ര നീളമുള്ള പയർ. അതും അച്ചു കഴിക്കാൻ ഇതാ തയ്യാറെടുക്കുകയാണ്. അച്ചു, ഇത് മത്സരമല്ല, ഞങ്ങൾക്ക് തോരൻ വെക്കാനിരുന്ന പയറാണ്.